അയ്യോ അയ്യോ ഡോക്ടർ 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 പേഷ്യന്റ് വല്ലാതെ വയലന്റ് ആയിരിക്കുന്നു. നന്നായി വിറയ്ക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ, കല്യാണിക്ക് എങ്ങനെയുണ്ട്? മഹി, പേഷ്യന്റിന്റെ നില ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തുടരുകയാണ്. ഞാൻ പറഞ്ഞ ബ്ലഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അയ്യോ അയ്യോ ഡോക്ടർ 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 പേഷ്യന്റ് വല്ലാതെ വയലന്റ് ആയിരിക്കുന്നു. നന്നായി വിറയ്ക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛാ അച്ഛാ സിസ്റ്ററെ, വേഗം ഇഞ്ചക്ഷനുള്ള മരുന്ന് എടുക്കാൻ നോക്കാം. ഡോക്ടർ, ഓക്സിജൻ. നോക്കി നിൽക്കാതെ വേഗം പോയി വേറെ എടുത്തോണ്ട് വാ. ഡോക്ടർ, ഒന്നുമില്ല. നിങ്ങൾക്കാർക്കും ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. നിങ്ങൾ കാണിക്കുന്ന ഈ അശ്രദ്ധയ്ക്ക് നല്ല പണിഷ്മെന്റ് തരേണ്ടത്. ജോലിന്ന് പുറത്താക്കേ വേണ്ടത്. അയ്യോ ഡോക്ടർ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നൗ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. അതുകൊണ്ട് തൽക്കാലം ഞാൻ തന്നെ വെറുതെ വിടുന്നു. ഈ ഇൻസിഡന്റ് ഇനി റിപ്പീറ്റ് ആയ പിന്നെ നിങ്ങൾ ആരും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. ബി കെയർഫുൾ. ഡോക്ടറെ, കല്യാണിക്ക് എന്താ പറ്റിയത്? ഒന്ന് പറ ഡോക്ടറെ. മഹി, ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ബ്ലഡ് എത്തിക്കണം. അല്ലെങ്കിൽ ഇനിയും പേഷ്യന്റിന്റെ ജീവൻ എനിക്ക് പിടിച്ചു നിർത്താനാവില്ല. ഡോക്ടർ, ഇത്ര പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 2 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമല്ലേ ഈ ബോംബെ ഗ്രൂപ്പിൽ ബ്ലഡ് ഉണ്ടാവത്തുള്ളൂ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ആ ഗ്രൂപ്പ് സംഘടിപ്പിക്കുക? അതൊന്നും എനിക്കറിയില്ല.
ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ആ ബ്ലഡ് സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ അത് എത്തിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. ഡോക്ടർ, ഒരു മിനിറ്റ്. ഡോക്ടർ, ഇത് ബ്ലാങ്ക് ചെക്കാ. ഇതിൽ എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. ഞാൻ ചോദ്യം ചെയ്യല്ല. എങ്ങനെങ്കിലും പേഷ്യന്റിനെ രക്ഷിക്കണം. അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. മിസ്റ്റർ ജയരാമൻ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, പണം കൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. ചില സമയം പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഞാൻ അതല്ല ഡോക്ടർ ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലും കല്യാണിയെ രക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏതറ്റം വരെ വേണമെങ്കിലും പോകും. എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് സംഘടിപ്പിക്കൂ. ഞാൻ ഇവിടുത്തെ ഡോക്ടർ മാത്രമാണ്, ബ്ലഡ് അറേഞ്ച് ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നോട് തർക്കിച്ച് സമയം കളയുന്ന നേരം കൊണ്ട് ബ്ലഡ് സംഘടിപ്പിക്കാൻ നോക്ക്. അച്ഛാ, ചിന്നു ഹോസ്പിറ്റലിലാണെന്നറിയാം. പക്ഷെ അവിടെ നിന്ന് അവൾ ജീവനോടെ വരുമോ അതോ അവിടെ തന്നെ തീരുമോ എന്ന് അറിയേണ്ടത്. ദക്ഷയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ ഒരു വിശേഷവും അവൾ പറയുന്നുമില്ല. എനിക്കാണെങ്കിൽ ഇവിടെ ടെൻഷൻ കാരണം ഇരിക്കപ്പുറത്തേയില്ല. രമാദേവിയുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവര് ചിന്നു ജീവനോടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ അവളുടെ ശവം കാണാനാണോ ആഗ്രഹിക്കുന്നത്? ഈ ഇരുത്തം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മൊത്തത്തിൽ നോക്കുമ്പോ ഒരാളുടെ നന്മ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല രമാദേവി. കുഞ്ഞോളെ, വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി മനസ്സ് പുണ്ണാക്കണ്ട. ചെന്നി ഇവിടുത്തെ വേറെ ഒരു സെർവന്റ് അല്ലേ, അല്ലാതെ ഇവിടുത്തെ കുട്ടിയൊന്നുമല്ലല്ലോ. ദേ, അവളെ രക്ഷിക്കാൻ നമ്മൾ ഇത്രയൊക്കെ ചെലവൊക്കെ ചെയ്യുന്നില്ലേ, അത് ഇങ്ങനെ വലിയ കാര്യമാ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കോളേജിൽ അവൾക്ക് വിഷം നൽകാൻ മാത്രം ശത്രുതയുള്ളത് ആർക്കാണെന്നാ. നമ്മുടെ ഓരോ പ്രവൃത്തിയും മുകളിൽ ഒരാൾ കാണുന്നുണ്ട്. ഇപ്പൊ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയെന്ന പകരത്തിന് പകരം ദൈവം ഓരോന്ന് തീർപ്പാക്കാൻ തുടങ്ങി. കുഞ്ഞോക്ക് വിഷം നൽകിയുള്ള ചിന്നു തലമുടി നാരഴിക്ക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നേ. അതിന് അമ്മയ്ക്ക് ഫുഡ് പോയ്സൺ അല്ലേ ബാധിച്ചത്? ചിന്നുവിന് ആരോ നേരിട്ട് വിഷം കൊടുത്തതല്ലേ?